ഹായ് ഫ്രണ്ട്സ്, സദൻ കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം വെണ്ടക്ക കൊണ്ടൊരു സൂപ്പർ ഐറ്റമാണ്. ഒരു ഗ്രേവിയാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അത് നമുക്ക് വേണ്ട ഐറ്റംസ് ആണെങ്കിലും 500 ഗ്രാം വെണ്ടക്ക, വെളുത്തുള്ളി 3-4 അല്ലി, തക്കാളി 1 2 സവാള, മല്ലിപ്പൊടി, എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി 1 കഷ്ണം, 4 പച്ചമുളക്, 1/2 ലിറ്റർ തൈര്, സ്വല്പം മല്ലിയില, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമുക്ക് വെണ്ടക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നോൻപ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്, നല്ല കറിയാണ്. ഗ്യാസ് കത്തിക്കുക. വെണ്ടക്ക വയറ്റാനുള്ള 2-3 സ്പൂൺ ഓയിൽ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ വെണ്ടക്ക വഴറ്റിയെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. വെണ്ടക്കക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാ വെണ്ടക്കയിലും പിടിക്കുന്ന വിധത്തിൽ ഒന്ന് ശരിക്കും ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടക്കക്ക് ഒരു വഴുവഴുപ്പുണ്ട്, അത് പോകുന്ന വരെ ഇങ്ങനെ ഒന്ന് ശരിക്കൊന്ന് വാട്ടിയെടുക്കണം, ഭംഗിയായിട്ട് വാട്ടണം. വെണ്ടക്ക ആയി വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടി നമുക്ക് നോക്കാം. സവാള അരിയണം, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ അരിഞ്ഞ് നമുക്കൊന്ന് വഴറ്റാനുണ്ട്. നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അടുപ്പ് കത്തിക്കുക. 1.5 സ്പൂൺ ഓയിൽ ഒഴിക്കുക. സവാള വഴറ്റാൻ വേണ്ടി മാത്രമാണേ. ചൂടായിട്ടുണ്ട്. സ്വല്പം സാധാരണ ജീരകം, 4 കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പെട്ടെന്ന് വഴറ്റിക്കേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1 തണ്ട് വേപ്പില. ഇതെല്ലാം കൂടെ കിടന്ന് സവാള നട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ വെണ്ടക്ക എങ്ങനെയാണെന്ന് നോക്കട്ടെ. വെണ്ടക്ക ശരിക്കും ആയെന്ന് നോക്കാം. വെണ്ടക്ക ആയി വരുന്നുണ്ട്. ഒന്നും കൂടെ ആകാനുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ആയിക്കോളും. ഇനി 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കണം. 4 ഉണ്ട പച്ചമുളക് നെടുകെ കയറിയിടുക. അപ്പോൾ നമ്മളിതിനകത്ത് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, സവാള, ഇഞ്ചി ഇതെല്ലാം കൂടി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെണ്ടക്ക ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വെക്കാം. വെണ്ടക്ക റൗണ്ടിത്തിന് അരിയൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് കഴിഞ്ഞിട്ട് 4 പീസാക്കി വഴറ്റിയാലും മതി. എങ്ങനെയാലും അത് ഓരോരുത്തരുടെ സൗകര്യത്തിന് അരിയുക. ഒരു 1 ഇഞ്ച് വലിപ്പത്തിൽ അരിഞ്ഞിട്ട് 4 പീസാക്കുക, അല്ലെങ്കിൽ 2 പീസാക്കുക. റൗണ്ടിൽ അരിയുക. ചെറുതായിട്ട് അരിയണം, അത്രേ ഉള്ളൂ. 1 തക്കാളി എടുത്തിട്ടുണ്ട്. സവാള ഏതാണ്ട് പകുതി വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇടാം. അതെ, വെണ്ടക്ക റെഡി ആയിട്ടുണ്ട്, വഴറ്റി വെച്ചിട്ടുണ്ട്. സവാളയും വഴറ്റിയിട്ടുണ്ട്. നമുക്കിനി പൊടികളിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മളിട്ട പൊടികളിലൊക്കെ പച്ചവണം മാറുന്ന വരെ ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റുക. ഇപ്പോൾ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർക്കാം. നമ്മൾ 1/2 ലിറ്റർ തൈര് എടുത്തേക്കണത്. അതൊന്ന് അതിൻ്റെ കട്ട മാറാൻ വേണ്ടി മിക്സിയിൽ ഒറ്റ ഇടിക്കാം.
തൈര് കട്ട മാറി ഇടുന്നുണ്ട്. നമുക്ക് ഈ സവാള വൈറ്റിലോട്ട് ഒഴിക്കാം. ശരിക്കും നൽകി കൊടുക്കാം. വെണ്ടക്ക നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഏതാണ്ട് കറിക്ക് നല്ല മണം. ഇതെല്ലാം ചെറിയ തീയിലേ പാടുള്ളൂ. സവാള വഴറ്റിക്കഴിഞ്ഞ് പൊടിയൊക്കെ വഴറ്റിക്കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെക്കുക. വെണ്ടക്ക മിക്സ് ചെയ്യുക, തൈര് മിക്സ് ചെയ്തൊക്കെ ചെറിയ തീയിലേ പാടുള്ളൂ. ഇത് താളിക്കണം ചെറുതായിട്ട്. അപ്പോൾ ചീനിച്ചട്ടിക്കകത്ത് ഓയിൽ ഒഴിക്കുക, താളിക്കുക. താളിക്കാനുള്ള ഓയിൽ ഒഴിക്കുക, ആ കടുക് പൊട്ടിക്കുക, മുളക്, വേപ്പില. ഇനി അവസാനം ഇപ്പോൾ താളിച്ച് കഴിഞ്ഞു. കണ്ടോ? ഇനി നമുക്ക് മല്ലിയില ഇടണം. അവസാനം മല്ലിയില ഇടുക. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ഇടണ്ട, ബാക്കി എല്ലാവർക്കും മല്ലിയില ഇടാം. മല്ലിയില ഇട്ടു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു ഒന്ന് ഇളക്കിയേക്കാം. വെണ്ടക്കയുടെ ഒരു സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. ആദ്യം അവനൊരു താങ്ക്സ് പറയട്ടെ. വെജിറ്റേറിയൻ കറിയാണ്, നല്ലൊരു വെജിറ്റബിൾ കറിയാണ് അത്. ചപ്പാത്തി, പൊറോട്ട, ചോറിൻ്റെ കൂടെ കഴിക്കാം. നോൻപ് കാലത്ത് കഴിക്കാൻ പറ്റിയ കറിയാണ്. ക്രിസ്ത്യൻസിൻ്റെ, ഹിന്ദുസിൻ്റെ, മുസ്ലിംസിൻ്റെ ഒക്കെ നോൻപുണ്ട്. ആ സമയത്ത് ഇത് ഉണ്ടാക്കി കഴിക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.